കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ വളരെ വിശേഷപ്പെട്ട നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. മഹാഭാരതം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ധാരാളം ഉപകഥകളുള്ള ഒരു വലിയ ഒരു ഇതിഹാസമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലെ പല ഉപകഥകളും എല്ലാവർക്കും അറിഞ്ഞുകൂടണം എന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു പകയുടെയും ഒരു ചതിയുടെയുമൊക്കെ ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എല്ലാവരും വളരെ ക്ഷമയോടുകൂടിയിരുന്ന് ഈ കഥ മുഴുവനും കേട്ടിട്ട് ഇതിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയാം, പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനാണ് ദ്രോണർ. ഈ ദ്രോണര് പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ കൂട്ടുകാരനാണ്. ഒരു ദിവസം ഈ ദ്രോണര് പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് ദ്രോണർ ഈ ദ്രുപദനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, ഞാൻ അങ്ങയുടെ പഴയ സുഹൃത്തായ ദ്രോണനാണ്. അങ്ങേക്ക് എന്നെ മനസ്സിലായോ? ഇങ്ങനെ ദ്രോണര് ചോദിച്ചപ്പോൾ, അന്ന് ദ്രോണാചാര്യർ ആയിട്ടില്ല, ദ്രോണർ മാത്രമാണ്. അങ്ങനെ ഈ ദ്രോണര് ചോദിച്ചപ്പോൾ പാഞ്ചാല രാജാവായ ദ്രുപദൻ മുഖം തിരിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുവന്നു, പുരികം വളഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഹേ ബ്രാഹ്മണ, നിങ്ങൾക്ക് ഇതുവരെ ബുദ്ധി ഉണ്ടായിട്ടില്ലേ? കൊള്ളാം, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ് എന്ന് പറയുന്നതിൽ താങ്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലേ? രാജാക്കന്മാർക്ക് ഭിക്ഷക്കാരോട് എന്ത് സൗഹൃദം! ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമുണ്ടായിരുന്നാൽ തന്നെ കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം മാറിപ്പോവുകയില്ലേ? ഇങ്ങനെ പറഞ്ഞ് ദ്രുപദൻ ദ്രോണരെ ആക്ഷേപിക്കുന്നു. ദ്രോണർക്ക് വലിയ വിഷമമുണ്ടായി. ദ്രുപദൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ അമ്പ് തറച്ചതുപോലെ ദ്രോണർക്ക് തോന്നി. അദ്ദേഹം കോപിച്ചു. പക്ഷേ രാജാവാണ്, ഒന്നും മിണ്ടിയില്ല. എന്തൊക്കെയോ ചിലത് നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹം കുരുവംശത്തിൻ്റെ രാജധാനിയായ ഹസ്തിനപുരിയിലേക്ക് ചെന്നു. ഹസ്തിനാപുരത്തിലെത്തിയ ദ്രോണർ തൻ്റെ സ്വരൂപം ആരോടും വെളിപ്പെടുത്താതെ കുറച്ചു ദിവസം എവിടെ താമസിച്ചു? കൃപാചാര്യരുടെ വീട്ടിൽ താമസിച്ചു. അക്കാലത്ത് ഒരിക്കൽ രാജകുമാരന്മാരോടൊപ്പം യുധിഷ്ഠിരൻ നഗരത്തിനു വെളിയിലുള്ള ഒരു മൈതാനത്ത് പന്തു കളിക്കാനായിട്ട് പോയി. അങ്ങനെ കളി നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിചാരിതമായി ഒരു പന്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറ്റിൽ വന്നു വീണു. പന്ത് പുറത്തെടുക്കുവാനുള്ള രാജകുമാരന്മാരുടെ ശ്രമമൊന്നും വിജയിച്ചില്ല. പരിശ്രമം പരാജയപ്പെട്ടപ്പോൾ രാജകുമാരന്മാർ അന്യോന്യം വിഴിച്ചു നിന്നു. ആ സമയത്ത് നിത്യകർമ്മം കഴിഞ്ഞു വരുന്ന ഒരു ബ്രാഹ്മണനിൽ അവരുടെ ദൃഷ്ടി ചെന്നുപെട്ടു. ദുർബലവും വിളറിയതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. ആ ബ്രാഹ്മണനെ രാജകുമാരന്മാർ ചെന്ന് കാണുന്നു. മൗനികളായിരിക്കുന്ന രാജകുമാരന്മാരെ നോക്കി ബ്രാഹ്മണൻ പറയുകയാണ്, കഷ്ടം, കഷ്ടം. നിങ്ങളുടെ ക്ഷാത്രബലവും അസ്ത്രകൗശലവും ചിന്തിച്ചാൽ തന്നെ കഷ്ടം. നിങ്ങൾക്ക് കിണറ്റിൽ വീണുപോയ നിങ്ങളുടെ പന്ത് എടുക്കുവാൻ കഴിയുന്നില്ല. നോക്ക്,
ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പന്ത് എടുത്തു തരാം. നിങ്ങൾ എനിക്ക് ആഹാരത്തിനുള്ള വക നൽകുമോ? ഇങ്ങനെ ആ ബ്രാഹ്മണൻ രാജകുമാരനായ യുധിഷ്ഠിരനോടും മറ്റുള്ള കുമാരന്മാരോടും ചോദിക്കുന്നു. ഉടൻ തന്നെ യുധിഷ്ഠിരൻ പറയുകയാണ്, ബ്രാഹ്മണ, കൃപാചാര്യരുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേക്ക് തീർച്ചയായിട്ടും ആഹാരം ലഭിക്കും. ഈ സമയത്ത് ദ്രോണാചാര്യർ പറയുകയാണ്, ഞാൻ അമ്പുകൊണ്ട് നിങ്ങളുടെ പന്ത് എടുത്തു തരാം. എൻ്റെ മോതിരവും ഞാനിതാ ഈ കിണറ്റിൽ ഇടുന്നു. കിണറ്റിലിട്ട ഈ മോതിരവും ഞാൻ അമ്പുകൊണ്ട് എടുക്കാം, നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരവും അദ്ദേഹം ആ കിണറ്റിലേക്കിട്ടിട്ട് അമ്പുകൊണ്ട് ഈ മോതിരവും കിണറ്റിൽ വീണ പന്തും നിഷ്പ്രയാസം ദ്രോണര് എടുത്തു. ദ്രോണരുടെ ഇപ്രകാരമുള്ള പ്രവൃത്തി കണ്ട രാജകുമാരന്മാർ അത്ഭുതപ്പെട്ടു. ദ്രോണാചാര്യർ അസ്ത്രവിദ്യയിലൂടെ പന്തിനെയും മോതിരത്തെയും വീണ്ടെടുക്കുന്നത് കണ്ട് ആശ്ചര്യത്തോടുകൂടി രാജകുമാരന്മാർ പറയുകയാണ്, ഇത്തരത്തിലുള്ള ഒരു വിദ്യ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവിടുന്ന് ആരാണ്? ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എന്തു സേവനമാണ് ചെയ്യേണ്ടത്? അങ്ങ് കൽപ്പിക്കണം. ഇങ്ങനെ തൊഴുകൈയോടുകൂടി യുധിഷ്ഠിരനും മറ്റുള്ള കുമാരന്മാരും ചോദിച്ചു. ഇതിനു മറുപടിയായി ദ്രോണാചാര്യർ പറയുകയാണ്, ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ പിതാമഹനായ ഭീഷ്മരോട് പറയുക. അതിൽ നിന്നും ഞാൻ ആരാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊള്ളും. ഇത് കേട്ട ഉടൻ തന്നെ രാജകുമാരന്മാർ ഭീഷ്മ പിതാമഹനെ കണ്ട് ഈ അത്ഭുത സംഭവം വിവരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. കാര്യങ്ങൾ കേട്ട ഉടൻ തന്നെ മഹാരഥിയായ ദ്രോണാചാര്യർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഭീഷ്മർക്ക് ബോധ്യപ്പെട്ടു. ഒട്ടും വൈകാതെ ഭീഷ്മർ ദ്രോണാചാര്യരുടെ സമീപം എത്തിച്ചേർന്നു. അദ്ദേഹത്തെ ആചരിക്കുകയും ഉപചരിക്കുകയും ചെയ്തതിനു ശേഷം ഇങ്ങോട്ട് എഴുന്നള്ളുവാനുള്ള കാരണം ആരാഞ്ഞു. ദ്രോണാചാര്യർ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. മഹാനായ ഭീഷ്മ, ഞാൻ ബ്രഹ്മചാരിയായി വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് പാഞ്ചാലരാജൻ്റെ പുത്രനായ ദ്രുപദനും എന്നോടൊപ്പം പഠിക്കുകയായിരുന്നു. അക്കാലത്ത് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ദിവസം ദ്രുപദൻ എന്നോട് പറഞ്ഞു, ഞാൻ രാജാവായി കഴിയുന്ന സമയത്ത് നീ എന്നോടൊപ്പം ഉണ്ടാകണം. ഞാനിതാ സത്യം ചെയ്തു പറയുന്നു, എൻ്റെ രാജ്യവും സമ്പത്തും എല്ലാം നിനക്കും കൂടി ഉള്ളതായിരിക്കും. ഇങ്ങനെ ദ്രുപദൻ എന്നോട് പറഞ്ഞിരുന്നു. രാജകുമാരൻ്റെ ആ പ്രതിജ്ഞ എനിക്ക് വളരെയധികം ആശ്വാസമാണ് നൽകിയത്. അതിൽ ഞാൻ ആനന്ദിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ശരദ്വാനൻ്റെ പുത്രി കൃപിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അവളിൽ എനിക്ക് ഒരു പുത്രനുണ്ടായി. എൻ്റെ പുത്രൻ്റെ പേര് അശ്വത്ഥാമാവ് എന്നാണ്. ഒരിക്കൽ ധനികനായ ഒരു ഋഷികുമാരൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അശ്വത്ഥാമാവ് പാലിനു വേണ്ടി കരഞ്ഞു. പാലിനു വേണ്ടി കുട്ടി കരയുന്നത് കണ്ട് എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി നിറഞ്ഞുപോയി. ഞാൻ ഏതെങ്കിലും ഒരു പാവത്താനിൽ നിന്നും ഒരു പശുവിനെ വാങ്ങിയാൽ അത് അയാൾക്ക് കൂടുതൽ കൂടുതൽ ദുരിതങ്ങൾ വരുത്തും. യോഗ്യമായ നിലയിൽ അത് കിട്ടുവാൻ വേണ്ടി ഞാൻ കുറച്ച് അലഞ്ഞു നടന്നു. എന്നാൽ കാര്യം നടന്നില്ല. മടങ്ങി വന്ന ഞാൻ കണ്ട കാഴ്ച എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു. മറ്റുള്ള കുട്ടികൾ കഞ്ഞിവെള്ളമെടുത്ത് അശ്വത്ഥാമാവിനെ കളിയാക്കി പാല് പാല് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ
കുടിപ്പിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇതിനു മുമ്പ് എൻ്റെ കുട്ടി പാല് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കഞ്ഞിവെള്ളം കുടിച്ചിട്ട് അത് പാലാണ് എന്ന് കരുതി ഞാൻ പാല് കുടിച്ചേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന എൻ്റെ മകനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എൻ്റെ ദരിദ്രമായ ജീവിതത്തിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. എൻ്റെ കാലുകൾ ഇടറി. ഹേ ഭീഷ്മ, ആ ഇടയ്ക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദ്രുപദൻ രാജാവായി വാഴുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. ഞാൻ എൻ്റെ ഭാര്യയെയും പുത്രനെയും കൂട്ടി സന്തോഷത്തോടു കൂടി രാജധാനിയിലേക്ക് പോയി. മുമ്പ് ദ്രുപദൻ ചെയ്ത പ്രതിജ്ഞ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെനിക്ക് ആശ്വാസം തന്നുകൊണ്ടിരുന്നു. ദ്രുപദൻ്റെ പ്രതിജ്ഞയിൽ എനിക്ക് വളരെ വിശ്വാസവും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ദ്രുപദനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഞാനൊരു അപരിചിതൻ എന്ന മട്ടിലാണ് എന്നോട് സംസാരിച്ചത്. ഒരടുപ്പവും പരിചയവും ഇല്ലാത്തതുപോലെ അയാൾ എന്നോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, നീയൊരു പക്വമതിയല്ലേ? ആരോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറണം എന്നു നിനക്ക് അറിഞ്ഞുകൂടായോ? എത്ര അഹങ്കാരത്തോടു കൂടിയാണ് നീ പറയുന്നത് ഞാൻ നിന്റെ സുഹൃത്താണെന്ന്? നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ആ സമയത്ത് ഞാനും നീയും തുല്യരായിരുന്നു. ആ സമയത്ത് നമ്മൾ കുട്ടികളാണ്. പലതും പറഞ്ഞു കാണും എന്നു കരുതി അതും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ശരിയാണോ? നമ്മൾ തമ്മിൽ എത്ര വലിയ അന്തരമാണുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്. എന്തെങ്കിലും ആഹാരം വേണമെങ്കിൽ കഴിച്ചിട്ട് പൊയ്ക്കൊള്ളുക. ഇങ്ങനെ പറഞ്ഞ് ദ്രുപദൻ എന്നെ ആക്ഷേപിച്ചു. ആക്ഷേപം സഹിക്കവയ്യാതെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി. എൻ്റെ മനസ്സ് വല്ലാതെ നീറിപ്പുകയുന്നു. ആ സംഭവത്തിൽ ഒരു കാര്യം ഞാൻ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ വൈകാതെ തന്നെ നിറവേറ്റും. യോഗ്യന്മാരായ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ ദ്രോണർ ഭീഷ്മരോട് പറയുന്നു. അത് കേട്ടതും ഭീഷ്മർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഭീഷ്മർ ചോദിക്കുകയാണ്, അങ്ങ് എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങേ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അങ്ങിപ്പോൾ ആവനാഴിയിൽ നിന്നും അമ്പ് പുറത്തെടുക്കുക, വില്ലും കയ്യിലെടുക്കുക. ഇവിടെ യഥേഷ്ടം വസിച്ച് രാജകുമാരന്മാരെ ധനുർവേദവും അസ്ത്രവിദ്യയും പഠിപ്പിക്കുക. കൗരവരുടെ ധനവും മറ്റുള്ള വിഭവങ്ങളും ഈ രാജ്യവും അങ്ങയുടേത് തന്നെയാണ്. അങ്ങനെയാണ് ദ്രോണാചാര്യർ കൗരവരുടെയും പാണ്ഡവരുടെയും ടീച്ചറായി, ആചാര്യനായി മാറിയത്. ഹരേ കൃഷ്ണ. എന്തായിരുന്നു ദ്രോണരുടെ മനസ്സിൽ? ദ്രോണർ എങ്ങനെയാണ് ദ്രുപദനോട് പ്രതികാരം ചെയ്തത്? ഈ കഥയിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങൾ കമൻ്റ് ഇടുക. അടുത്ത ഭാഗം ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈ കഥ നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻ്റ് ഇടണം. അറിഞ്ഞുകൂടാത്തവർ ആ കാര്യവും കമൻ്റ് ഇടണം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.